ആസ്ക് യുവർ മെന്ററിന്റെ പുതിയ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രയൽ ബാലൻസിനെ കുറിച്ചാണ്. ചാപ്റ്റർ നമ്പർ 4 ട്രയൽ ബാലൻസ്. നമ്മൾ ഓൾറെഡി ലെഡ്ജർ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലെ. ലെഡ്ജറിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒരു ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ ഒരു ബാലൻസിങ് ഫിഗർ നമുക്ക് അവിടെ കിട്ടും അല്ലെ. അതാണ് ലെഡ്ജർ അക്കൗണ്ടിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ആ ലെഡ്ജർ അക്കൗണ്ടിന്റെ ഔട്ട്പുട്ടാണ് ട്രയൽ ബാലൻസിന്റെ ഇൻപുട്ട്. അതായത് ട്രയൽ ബാലൻസിൽ നമ്മൾ എടുക്കുന്ന എന്താണ്? ലെഡ്ജർ അക്കൗണ്ടിന്റെ ബാലൻസസ് ആണ്. സോ നമുക്ക് പറയാൻ പറ്റും ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ഓൾ ദ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ ബാലൻസസ്. ലെഡ്ജർ അക്കൗണ്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ ഒരു ബാലൻസ് നമ്മളെടുത്ത് ഒരു ലിസ്റ്റ് തയ്യാറാക്കും. ആ ലിസ്റ്റിന് ആണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇപ്പൊ നമുക്ക് നോക്കാം മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. എ ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് extracted from all accounts in the ledger for testing the arithmetical accuracy. അപ്പോൾ ഈ വരിയിൽ നിന്ന് ഇത് ക്ലിയർ ആണ്. എന്താണ് ട്രയൽ ബാലൻസ്, എന്തിനാണ് ട്രയൽ ബാലൻസ് എന്നുള്ളത്. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്, അക്കൗണ്ട് അല്ല. ട്രയൽ ബാലൻസ് ഒരു അക്കൗണ്ട് അല്ല. അതിന് രണ്ട് സൈഡ്, അതായത് ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ അക്കൗണ്ട്സ് ഓഫ് ലെഡ്ജർ. അതായത് ലെഡ്ജറിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഓരോ അക്കൗണ്ട്സിന്റെയും ബാലൻസസ് നമ്മൾ എടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഡെബിറ്റ് ബാലൻസസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കാം അല്ലെ. അതിന്റെ നേച്ചർ അനുസരിച്ച് ഇപ്പൊ ക്യാപിറ്റൽ ആണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക, ഇപ്പൊ പർച്ചേസസ് ആണെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക, സെയിലാണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പൊ ആ ബാലൻസസ് ഒക്കെ എടുത്ത് എന്ത് ചെയ്യുന്നു, നമ്മള് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നു. അതിനാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ടെസ്റ്റ് ദ അരിത്തമെറ്റിക്കൽ അക്യുറസി. നമ്മൾ ഇതുവരെ ചെയ്തു വെച്ച ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം ക്ലിയർ ആണോ, കൃത്യമാണോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലാതെ ഇതിൽ നിന്ന് നമുക്കൊരു ഫിനാൻഷ്യൽ കമ്പനീന്റെ ഫിനാൻഷ്യൽ പൊസിഷനോ അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്ര ലോസ് എത്രയാണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്തു വെച്ച ഒരു ടെസ്റ്റിംഗ് ആണ്, ഇതൊരു ടെസ്റ്റിംഗ് ആണ്. അരിത്തമെറ്റിക്കൽ അക്യുറസി, നമ്മൾ ചെയ്തു വെച്ച കണക്കും കാര്യങ്ങളൊക്കെ റെഡി ആണോ? റെഡി ആണെങ്കിൽ എന്താവും, ഇതിന്റെ ഡെബിറ്റും ക്രെഡിറ്റും എമൗണ്ട് ഈക്വൽ ആവും, ടാലി ആവും. ടാലി ആയില്ലെങ്കിൽ നമ്മൾ എന്താണ്, ജേണൽ തുടങ്ങി ലെഡ്ജറൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിക്കാം. ഓക്കെ, മനുഷ്യന്മാരാണ്, നമ്മളിത് എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിക്കാം. സോ അരിത്തമെറ്റിക്കൽ അക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ട്രയൽ ബാലൻസ്. ഇനി അടുത്തത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ട്രയൽ ബാലൻസ്. ഒന്നാമത് പറയാണ് ടു എൻഷുവർ അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. പ്രാഥമിക ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ടു എൻഷുവർ അരിത്തമെറ്റിക്കൽ അക്യുറസി. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ചെയ്ത് വെച്ച് പ്രിപ്പയർ ചെയ്ത ജേണലും ലെഡ്ജറും ഒക്കെ ശരിയാണോ എന്ന് പ്രൂവ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ട്രയൽ ബാലൻസ്. ഓക്കെ, രണ്ടാമത് പറയാണ് ടു പ്രൊവൈഡ് എ ബേസ് ഫോർ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസ് ആണ് ഈ പറയുന്ന ട്രയൽ ബാലൻസ്. അപ്പൊ ട്രയൽ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ഫൈനൽ അക്കൗണ്ട്, ഫൈനൽ സ്റ്റേറ്റ്മെന്റ്, ഫൈനൽ റിപ്പോർട്ടിംഗ് ഒക്കെ തയ്യാറാക്കുന്നത് അല്ലെ. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഇനി അങ്ങോട്ട് നമുക്ക് പഠിക്കാനുള്ള ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ട്രയൽ ബാലൻസ് വെച്ചിട്ടാണ്. സോ അത് ഫൈനൽ അക്കൗണ്ടിന്റെ ഒരു ബേസ് ആണ് എന്ന് നമുക്ക് പറയാം. അടുത്തത് പറയാം ടു ഹെൽപ്പ് ഇൻ ഡിറ്റക്ടിങ് സർട്ടൻ എറേഴ്സ്. തെറ്റുകളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാം. കാരണം അത് ടാലി ആവില്ല, ഡെബിറ്റും ക്രെഡിറ്റും ടാലി ആവില്ല. ടാലി ആയില്ലെങ്കിൽ എറേഴ്സ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. അടുത്ത പറയാണ് ടു സെർവ് ആസ് ആൻ എയ്ഡ് ടു മാനേജ്മെന്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ നമുക്കറിയാലോ അക്കൗണ്ടിങ്ങിൽ അവസാനിക്കുന്നത് എങ്ങനെയാണ്? കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. സോ മാനേജ്മെന്റിന് ഈ വക ഇൻഫർമേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഉപകരിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തത് പറയാനുള്ളത് മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് 3 രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്ക്. 1 ടോട്ടൽ മെത്തേഡ്, 2 ബാലൻസ് മെത്തേഡ്, 3 ടോട്ടൽ കം ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ ടോട്ടൽ ആൻഡ് ബാലൻസ് മെത്തേഡ്. ടോട്ടൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ലെഡ്ജറിന്റെ ബാലൻസസ് അല്ല എടുക്കുന്നത്, ലെഡ്ജറിന്റെ ക്രെഡിറ്റും ഡെബിറ്റും ഉള്ള ടോട്ടൽ എമൗണ്ട് എടുക്കും. ഡെബിറ്റിൽ എത്രയാണ് വരുന്നത്, ക്രെഡിറ്റിൽ എത്രയാണ് വരുന്നത്, അതിന്റെ ടോട്ടൽ എമൗണ്ട് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, ഇനി ബാലൻസ് മെത്തേഡ് ആണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഒരു ട്രയൽ ബാലൻസിൽ നോർമൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബാലൻസിങ് മെത്തേഡാണ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ലെഡ്ജറിന്റെ നമ്മൾ പ്രിപ്പയർ ചെയ്ത ബാലൻസ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ലിസ്റ്റാക്കി തയ്യാറാക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ടോട്ടൽ ആൻഡ് ബാലൻസ് മെത്തേഡ്. ഇത് രണ്ടിന്റെ കോമ്പിനേഷൻ, ടോട്ടൽ മെത്തേഡും ബാലൻസ് മെത്തേഡും രണ്ടും കൂടി എടുക്കും. അവിടെ അപ്പോൾ എന്ത് വരും, 4 കോളം വരും അല്ലെ. ഡെബിറ്റും ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് ടോട്ടലും കാണിക്കും, ഡെബിറ്റും ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ചെയ്ത ആ എമൗണ്ടും കാണിക്കും. ഓക്കെ, അപ്പൊ എമൗണ്ട് വ്യത്യാസം ഉണ്ടാവും. ടോട്ടൽ മെത്തേഡിൽ എമൗണ്ട് വ്യത്യാസം ഉണ്ടാവും, ബാലൻസ് മെത്തേഡിൽ എമൗണ്ട് വ്യത്യാസം ഉണ്ടാവും, പക്ഷെ രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, എനിവേ, അപ്പൊ അത് ബാലൻസ് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി.
അടുത്തത് പോയിന്റ്സ് ടു റിമെമ്പർ വൈൽ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഓൾ അസറ്റ്സ് ഹാവിംഗ് ഡെബിറ്റ് ബാലൻസ്. എല്ലാ അസറ്റുകൾക്കും ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. ക്യാഷ്, ബാങ്ക്, ഡെപ്റ്റേഴ്സ്, ബിൽഡിംഗ്, പ്ലാന്റ്, എല്ലാ അസറ്റുകൾക്കും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി എല്ലാ ലയബിലിറ്റീസിനും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ്ങുകൾ, പിന്നെ അതുപോലെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അല്ലെ, റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇതൊക്കെ എന്താണ്? എല്ലാം ലാബിലിറ്റിയാണ്. ബാധ്യതകൾക്കൊക്കെ ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. ക്യാപിറ്റൽ ഒരു ലാബിലിറ്റി ആണ്, അതുകൊണ്ട് തന്നെ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ റിസർവ് ഒക്കെ എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. റിസർവ് ഓൺ അസറ്റ്, റിസർവ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഒക്കെ പറയുന്നത് അതൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അടുത്ത ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. ലോൺ ഉണ്ടെങ്കിൽ അത് ലാബിലിറ്റി ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. പിന്നെ പർച്ചേസ് ഉണ്ടെങ്കിൽ അത് ഡെബിറ്റ് ബാലൻസ് ആണ്. പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, സെയിൽ ഉണ്ടെങ്കിൽ ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. സെയിൽ റിട്ടേൺ ആണെങ്കിൽ അത് ഡെബിറ്റ് ബാലൻസ് ആണ്. ഇനി ലോസോ എക്സ്പെൻസസോ ഉണ്ടെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇൻകമോ ഗെയിൻസോ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. നമ്മൾ റൂള് പഠിച്ചായിരുന്നല്ലോ, അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ അസറ്റ്, എക്സ്പെൻസ്, ഡെബിറ്റ് ബാലൻസ്, ലയബിലിറ്റീസ്, ഇൻകം, ക്രെഡിറ്റ് ബാലൻസ്. ഓക്കെ, ഇനി അടുത്തത് ഒരു ഇലിസ്ട്രേഷൻ ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്. Following balances were extracted from the books of a trader 31st March 2015. Prepare a trial balance. Okay, trial balance prepare ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്നത് ലെഡ്ജർ അക്കൗണ്ടിന്റെ ബാലൻസസ് കാണണം. ഓക്കെ, ക്യാപിറ്റൽ ഇത്ര തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് ഇത്ര തന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാത്തിന്റെ ബാലൻസ് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് നോട്ട് സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഓൺ മാർച്ച് 31st 2015 ₹2,400. അപ്പൊ സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് മാർച്ച് 31st എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് ഒരിക്കലും ഒരു ട്രയൽ ബാലൻസ് നമ്മൾ കൊടുക്കില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ്സിലാണ് തരിക, കാണിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ട്രയൽ ബാലൻസിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ഐറ്റംസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ക്യാപിറ്റൽ എന്തായിരിക്കും? അതിന്റെ ക്രെഡിറ്റ് ബാലൻസ് ആണോ? ക്യാപിറ്റൽ കൊടുത്തിരിക്കുന്നത് ക്രെഡിറ്റ് ബാലൻസ്. നമ്മൾ ഓരോ ഐറ്റം എടുത്ത് എഴുതുക, എന്നിട്ട് ഡെബിറ്റ് ആണ് ക്രെഡിറ്റ് ആണെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ക്രെഡിറ്റേഴ്സിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. ഉണ്ടോ, ക്രെഡിറ്റ് കൊടുത്താണ്ടോ? അങ്ങനെ ബിൽഡിങ്ങിന് ഡെബിറ്റ് ബാലൻസ്, ഫർണിച്ചറിന് ഡെബിറ്റ് ബാലൻസ്, ഡെപ്റ്റേഴ്സിന് ഡെബിറ്റ് ബാലൻസ്, ബാഡ് ഡെപ്റ്റ് ഡെബിറ്റ് ബാലൻസ്, പർച്ചേസസ് ഡെബിറ്റ് ബാലൻസ്, ക്യാഷ് ഡെബിറ്റ് ബാലൻസ്, പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ്, സെയിൽ ക്രെഡിറ്റ്, സെയിൽ റിട്ടേൺ ഡെബിറ്റ്, സാലറീസ് ഡെബിറ്റ്, വേജസ് ഡെബിറ്റ്, റെന്റ് ഡെബിറ്റ്, ബാങ്ക് ഡെബിറ്റ്. അപ്പോൾ ഉണ്ടോ, ഇതെങ്ങനെ ഓരോന്നും നിരത്തി എഴുതിയാൽ മതി. വേറെ വ്യത്യാസം, വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. അങ്ങനെ ഓരോന്ന് എടുത്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ടോട്ടൽ എമൗണ്ട് സെയിം ആയിരിക്കും. ഡെബിറ്റും ക്രെഡിറ്റും കൂട്ടി കഴിഞ്ഞാൽ എമൗണ്ട് സെയിം ആയിരിക്കും. സെയിം ആണെങ്കിൽ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ശരിയാണ്. ഓക്കെ, ഇതിൽ തന്നെ തെറ്റ് വരുത്താം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തെറ്റ് വരാം. ഓക്കെ, അപ്പൊ കൃത്യം സൈഡ് പഠിച്ചു വെക്കുക. ക്യാപിറ്റല്, ലാബിലിറ്റി, അതുപോലെ തന്നെ ഇൻകം ഉണ്ടെങ്കിൽ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അസറ്റ്, എക്സ്പെൻസസ്, സ്റ്റോക്ക്, അതുപോലെ തന്നെ പർച്ചേസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിക്കുകയാണെങ്കിൽ ഇത് ടാലി ആവില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതാണ് എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, തെറ്റുകൾ സംഭവിക്കാം, എറേഴ്സ്, മിസ്റ്റേക്കുകൾ സംഭവിക്കാം. ഇഫ് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ദ ട്രയൽ ബാലൻസ് ഡു നോട്ട് എഗ്രി. ഇപ്പൊ നമ്മുടെ ട്രയൽ ബാലൻസിൽ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് ഷുവർ ദാറ്റ് ദർ ഹാവ് ബീൻ സം എറേഴ്സ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, ഹ്യൂമൻ ആണല്ലോ, മനുഷ്യന്മാരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എറേഴ്സ്, സ്വാഭാവികമായിട്ടും തെറ്റുകൾ സംഭവിക്കാം. ഇപ്പൊ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? ടു പ്രൂവ് ഓൺലി അരിതമെറ്റിക്കൽ അക്യുറസി ഓഫ് ദ ബുക്സിന്റെ അരിതമെറ്റിക്കൽ അക്യുറസി എത്രത്തോളം ശരിയാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്തൊക്കെയാണ് ആ എറേഴ്സ്, തെറ്റുകൾ സംഭവിക്കുന്നത്? എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്, എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെതിരായിട്ട്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചില്ല, അക്കൗണ്ടിങ് കോൺവെൻഷൻസ്. അപ്പൊ അതിനെതിരായിട്ട് എന്തെങ്കിലും തെറ്റുകൾ വരുവാണെങ്കിൽ അതാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഇനി അടുത്തത് പറയാണ് എറേഴ്സ് ഓഫ് ഒമിഷൻ. ഒമിഷൻ എന്ന് പറഞ്ഞാൽ, ഒമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുപോവുക. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ എന്തെങ്കിലും പോസ്റ്റിംഗ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആണ് എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, പിന്നെ ട്രാൻസാക്ഷൻ ഈസ് ഒമിറ്റഡ് ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ഓർ ഒമിറ്റഡ് ടു ബി പോസ്റ്റഡ് ഫ്രം ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ടു ദ ലെഡ്ജർ, ഇറ്റ് ഈസ് ആൻ എറർ ഓഫ് ഒമിഷൻ. അതായത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുമ്പോഴോ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ പൂജ്യം ഇടാൻ വിട്ടുപോയിട്ടുണ്ടാവും, അല്ലേ?
അതുപോലെ തന്നെ ചിലപ്പോൾ പോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും എൻട്രി വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സുകൾ നമ്മൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതാണ് ഒമിഷൻ എന്ന് പറയുന്നത്. അടുത്തത് എറേഴ്സ് ഓഫ് കമ്മീഷൻ. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വരുത്തി വെക്കുന്നതാണ്. ഓക്കെ, ഇഫ് വൈൽ മേക്കിംഗ് ആൻ എൻട്രി ദ റോങ് എമൗണ്ട് ഈസ് റിട്ടൺ എയ്തർ ഇൻ സബ്സിഡറി ബുക്സ് ഓർ ഇൻ ലെഡ്ജർ. അതായത് മനുഷ്യര് തെറ്റ് വരുത്തുന്നതാണ്, വിട്ടുപോകുന്നതല്ല, തെറ്റ് വരുത്തി വെക്കുന്നതാണ്. ഓക്കെ, അതായത് റോങ് എൻട്രി ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്, റോങ് എൻട്രി ഒക്കെ വരുത്തുന്നതൊക്കെ എന്താണ്, അത് എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ്. അതൊരു തെറ്റ് തന്നെയാണ്. മോളിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എഴുതാൻ വിട്ടുപോയ കാര്യമാണ്, ഇവിടെ നമ്മൾ എഴുതിയത് തെറ്റിപ്പോവാണ്. ഓക്കെ, പർച്ചേസിന് കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ സെയിൽ കൊടുത്തുപോയി, അത് എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ്. എമൗണ്ട് എഴുതിയത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള സൈഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ, അക്കൗണ്ട് സൈഡ് ഡെബിറ്റും ക്രെഡിറ്റ് മാറിപ്പോയിട്ടുണ്ടെങ്കിലൊക്കെ എന്താണ്, എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ്. ഓക്കെ, റോങ് ടോട്ടലിംഗ് ആൻഡ് ബാലൻസിങ് ഓൾസോ കോൾഡ് എറേഴ്സ് ഓഫ് കമ്മീഷൻ. ഓക്കെ, ടോട്ടൽ ചെയ്തതിൽ മിസ്റ്റേക്കോ ബാലൻസ് ചെയ്തതിൽ മിസ്റ്റേക്കോ ഒക്കെ എന്താണ്, എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ്. ഇനി അടുത്ത പറയാണ് കോമ്പൻസേറ്റിംഗ് എറർ. കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റ് മറിക്കാൻ വേണ്ടി കൂടുതൽ തെറ്റുകൾ നമ്മൾ വരുത്തി വെക്കുകയാണ്. ഓക്കെ, ഒരു അക്കൗണ്ടിൽ നമ്മൾക്ക് ഇപ്പോൾ തെറ്റ് വന്നു നമുക്ക് മനസ്സിലായി, അപ്പൊ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ തെറ്റ് വരുത്തി വെക്കുകയാണ്. ഓക്കെ, മറ്റുള്ള അക്കൗണ്ടുകൾ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ടാലി ആവുന്നില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സസ്പെൻസ് അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നു, അങ്ങനെ ടാലിയാക്കാൻ ശ്രമിക്കുന്നതും അതൊക്കെ എന്താണ്, കോമ്പൻസേറ്റിംഗ് എറർ ആണ്. ഒരു തെറ്റ് മറയ്ക്കാൻ വേണ്ടി കൂടുതൽ തെറ്റുകൾ വരുത്തി വെക്കുന്നത് കോമ്പൻസേറ്റിംഗ് എറർ. ഓക്കെ, ഇനി റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഇനി തെറ്റ് സംഭവിച്ചു, അത് നമുക്ക് തിരുത്തണം. അതെങ്ങനെയൊക്കെയാണ് നമ്മൾ തിരുത്തുക എന്നുള്ളതാണ്. എറേഴ്സ് ഷുഡ് നോട്ട് ബി കവേർഡ് ബൈ ഓവർ റൈറ്റിംഗ്. നമുക്ക് ഒരിക്കലും ഒരു തെറ്റ്, ഒരു എൻട്രിയിലൊക്കെ ഒരു തെറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് വെട്ടി തിരുത്തി നമുക്ക് എഴുതാൻ പറ്റില്ല. വെട്ടും തിരുത്തലുകളൊന്നും നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് ഷുഡ് ബി കറക്റ്റഡ് ബൈ മേക്കിംഗ് എ ഫ്രഷ് എൻട്രി. അത് മറ്റൊരു എൻട്രി നമ്മൾ അതിന് റെക്ടിഫിക്കേഷൻ എൻട്രി എന്നാ പറയുക. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുമ്പോൾ റെക്ടിഫിക്കേഷൻ എൻട്രി നമ്മൾ പാസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ആ എറേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊക്കെ തരത്തിലുള്ള എറർ? വൺ സൈഡ് എറേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ടു സൈഡ് എറേഴ്സ് ഉണ്ട്. ടു സൈഡഡ് എറർ. അപ്പൊ എന്താണ് ഈ വൺ സൈഡഡ് എറർ? It will cause for disagreement of the trial balance because error is committed only one aspect of a transaction. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷനിൽ ഏതെങ്കിലും ഡെബിറ്റിലോ ക്രെഡിറ്റിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുന്ന മിസ്റ്റേക്കുകളെയാണ് വൺ സൈഡ് എറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇല്ലസ്ട്രേഷൻ 13, ദ പർച്ചേസ് ബുക്ക് ഈസ് അണ്ടർ കാസ്റ്റ് ബൈ 500. ഇവിടെ ഉണ്ടോ 500 രൂപ കുറച്ചാണ് എഴുതിയിരിക്കുന്നത്. പർച്ചേസ് ബുക്കിൽ 500 രൂപ കുറച്ച് എഴുതി പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ നമ്മൾ ശരിയാക്കുക? ദ എഫക്ട് ഓഫ് എറർ ഈസ് ദാറ്റ് പർച്ചേസ് അക്കൗണ്ട് ഹാസ് ബീൻ ഡെബിറ്റഡ് ഷോർട്ട് ബൈ ₹500. അപ്പോൾ ചിലപ്പോൾ 1000 രൂപ എഴുതേണ്ട സ്ഥാനത്ത് 500 രൂപ എഴുതിയിട്ടുള്ളൂ എന്നുള്ളതാണ് അതിന് മീനിങ്. 1000 രൂപയാണ് ഒറിജിനൽ വരിക, അവിടെ 500 എഴുതിയിട്ടുള്ളൂ, 500 കുറച്ച് എഴുതി. ഓക്കെ, സോ പർച്ചേസ് അക്കൗണ്ട് ഈസ് ടു ബി കറക്റ്റഡ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് നമ്മൾ 500 ആഡ് ചെയ്യണം അല്ലേ. ദേ വിൽ ബി ഡൺ ബൈ മേക്കിംഗ് എൻ എൻട്രി ഫോർ ₹500 ഓൺ ഡെബിറ്റ് സൈഡ് ടു അണ്ടർകാസ്റ്റ് ഓഫ് പർച്ചേസ് ബുക്ക് ₹500. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ 500 കൂടെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു എൻട്രി അവിടെ പാസ് ചെയ്താൽ മതി. ഓക്കെ, പുതിയതായിട്ടൊരു എൻട്രി അവിടെ പാസ് ചെയ്താൽ റെക്ടിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ പുതിയതായിട്ടൊരു എൻട്രി നമ്മൾ അവിടെ പാസ് ചെയ്താൽ മതി. ഓക്കെ, 500 കൂടെ ആഡ് ചെയ്തുകൊണ്ടുള്ളൊരു ഡെബിറ്റ് സൈഡിൽ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു എൻട്രി അവിടെ പാസ് ചെയ്താൽ മതി. ഇനി അടുത്തത് ടു സൈഡഡ് എററാണ് പറയുന്നത്. ഇവിടെ എന്താണ്, ഇവിടെ വരുന്നതാണ് കംപ്ലീറ്റ് ഒമിഷൻ. കംപ്ലീറ്റ് ആയിട്ട് തെറ്റ് വരിക, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ് സംഭവിക്കുക, റോങ് അക്കൗണ്ട് പോസ്റ്റിംഗ്, ഇതൊക്കെ സംഭവിക്കുക. നമ്മൾ മേൽപ്പറഞ്ഞ ഈ എറേഴ്സ് ഒക്കെ സംഭവിക്കുന്ന ഒരു ഭാഗമാണ് ടു സൈഡഡ് എറർ എന്ന് പറയുന്നത്. ഇല്ലസ്ട്രേഷൻ 14 നോക്കാം. പർച്ചേസ് ഓഫ് മെഷീനറി ഫോർ ₹5,000 ഹാസ് ബീൻ എൻറ്റേർഡ് ഇൻ ദ പർച്ചേസ് ബുക്ക്. ആണോ, ഇവിടെ എന്താ മിസ്റ്റേക്കാണ് വന്നിരിക്കുന്നത്? പർച്ചേസ് ഓഫ് മെഷീനറി വാങ്ങിയത് നമ്മൾ എവിടെയാ ചെയ്തിരിക്കുന്നത്? പർച്ചേസ് ബുക്കിലാണ് കയറ്റിയിരിക്കുന്നത്. മെഷീനറി വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാ എൻട്രി വരിക? മെഷീനറി അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്, അല്ലാതെ പർച്ചേസ് അക്കൗണ്ട് അല്ലല്ലോ. മെഷീനറി ഫിക്സ്ഡ് അസറ്റ് ആണ്. ഫിക്സ്ഡ് അസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫിക്സ്ഡ് അസറ്റിന്റെ പേരാണ് അവിടെ കാണിക്കുക. സോ മെഷീനറി അക്കൗണ്ട് ആണ് വരേണ്ടത് അല്ലേ. അപ്പൊ അതിന് പകരമായിട്ട് പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു പോയി. പർച്ചേസസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞ് കൊടുത്തുപോയി. സോ ഈ എറർ നമ്മൾ റെക്ടിഫൈ ചെയ്യണം. ഒരു റെക്ടിഫിക്കേഷൻ എൻട്രി നമ്മൾ പാസ് ചെയ്യേണ്ടി വരും. അപ്പൊ റോങ് എൻട്രി എന്താണെന്ന് നമ്മൾ എഴുതണം. റോങ് എൻട്രി എന്താണ് ഇവിടെ സംഭവിച്ചത്? പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റർ. ഓക്കെ, ഇവിടെ ക്യാഷിനല്ല കൊടുത്തിരിക്കുന്നത്, ക്രെഡിറ്റർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്യാഷ് ആക്കെ നമ്മളിവിടെ ക്യാഷ് എന്ന് കൊടുത്തെന്ന് വിചാരിക്കാം.
അല്ലെങ്കിൽ ഓക്കെ ഇത് ക്രെഡിറ്റിനാണ് വാങ്ങിയിരിക്കുന്നത്, ഇവിടെ ക്രെഡിറ്റിനാണ് വാങ്ങി എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ക്യാഷ് എന്ന് എഴുതിയാലും തെറ്റില്ല കേട്ടോ. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ക്യാഷ് എന്ന് എഴുതിയാലും തെറ്റില്ല. അപ്പൊ ഇവിടെ ഇവര് കൊടുത്തിരിക്കുന്നത് ക്രെഡിറ്റർ ആണ്. ഓക്കെ, ഇത് കടമായിട്ടാണ് വാങ്ങിയിരിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, എനിവേ നമുക്ക് ഇതൊരു പ്രശ്നമല്ല. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ക്രെഡിറ്റർ എന്ന് പറഞ്ഞ് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് റോങ് എൻട്രി, തെറ്റായിട്ട് പാസ് ചെയ്തിരിക്കുന്ന ഇതാണ്. ശരിയായിട്ടുള്ള എൻട്രി എന്താണ്? കറക്റ്റ് എൻട്രി എന്താ? മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള എൻട്രി. സോ ഇനി ഇത് ഓൾറെഡി നമ്മൾ പാസ് ചെയ്തു പോയി, ശരിക്കും ഇതാണ് വരേണ്ടിയിരുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ പർച്ചേസിനെ നമ്മൾ ഡെബിറ്റിൽ ഒരു സംഭവം ഒരു അക്കൗണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ അടുത്ത എൻട്രിയിൽ ക്രെഡിറ്റിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകും. ഈ പർച്ചേസിനെ പിടിച്ച് എന്ത് ചെയ്താൽ മതി? നമ്മൾ ക്രെഡിറ്റിൽ കൊടുക്കുക. മെഷീനറിനെ പിടിച്ച് എന്ത് ചെയ്യുക? ഡെബിറ്റിലും കൊടുക്കുക. അപ്പൊ മെഷീനറി ആഡ് ആവുകയും ചെയ്യും, പർച്ചേസ് ക്യാൻസൽ ആവുകയും ചെയ്യും. സോ മെഷീനറി നമ്മൾ റെക്ടിഫിക്കേഷൻ എൻട്രി ആയിട്ട് കൊടുക്കേണ്ട എന്താണ്? മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റിലും ക്രെഡിറ്റിലും വന്നു. അപ്പൊ അതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്ത് പോകും. ഇത് പിന്നെ അവിടെ ഇല്ല. പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റർ എന്ന് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നമുക്കത് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.